എല്ലാവർക്കും ഓണാശംസകൾ. പാട്ട് കേട്ട് പണിയെടുക്കുന്ന എനിക്ക് ഓണമായിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ ഓണപ്പാട്ട് വെക്കണം നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഓണപ്പാട്ടിൻ്റെ വൈബും പിടിച്ച് നമുക്കങ്ങോട്ട് പണികൾ ആരംഭിക്കാം. ഉത്രാടത്തിൻ്റെ അന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ തലേ ദിവസം നമ്മുടെ ഇവിടെ ട്യൂഷൻ പിള്ളേരുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അവർ കൊണ്ടുവന്ന കറികളൊക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങളാണ് കഴുകി വെള്ളം വാർന്ന് അവിടെ ഇരിക്കുന്നത്. പിള്ളേർ ഓരോരുത്തരായിട്ട് വന്ന് കൊണ്ടുപോയിക്കോളും. അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ദിവിടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിക്കൊട്ടയിൽ ഇനി ഒരൊറ്റ സവാളയും ഒരു തേങ്ങയും മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം ഇന്ന് മേടിക്കണം. നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പുറകെ പറയാം. ഈ പാക്കറ്റ് ചേട്ടൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ചേട്ടൻ മലേഷ്യയിൽ പോയത് ഓഫീസ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനൊരു വ്ളോഗായിട്ട് ഇടാം. അവിടെ വെച്ച് കുറച്ച് അച്ചീവ്മെൻറ്റ്സും അവാർഡ്സും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സന്തോഷം, സമാധാനം. അങ്ങനെ തലേ ദിവസം ഉണ്ടാക്കിയ ഇഡ്ഡലി അന്നാർക്കും വേണ്ടായിരുന്നു. ഓണത്തിൻ്റെ മൂടങ്ങ് പിടിച്ച് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടുപോയി. പിന്നെ ഞാനതങ്ങ് കുറച്ച് കൈവെള്ളം തളിച്ച് സാമ്പാർ ഇഡ്ഡലിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്കത് കളയാൻ മനസ്സ് വരുന്നില്ല. അതിനൊരു കേട് സംഭവിച്ചിട്ടില്ല, ചീത്തയായിട്ടുമില്ല. കൊച്ചിൻ്റെ ക്യാരറ്റ് കുറുക്ക ഉണ്ടാക്കാമെന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി. കറണ്ട് പോയി അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എൻ്റെ മൂടും പോയി. ക്യാരറ്റ് ചെന്നപ്പോഴും കൂടി അങ്ങ് അടിച്ചെടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ദിവസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പോൾ അതാ അങ്ങനെ ആവി കയറ്റി ഇഡ്ഡലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ചേട്ടൻ കൊണ്ടുവന്ന് കാപ്പി ഇടാമെന്ന് കാപ്പിയുടെ ഒരു വിചാരം മനസ്സിലങ്ങ് കയറിയത് കൊണ്ട് ഇത് കാപ്പി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആ സ്പാറ്റുലയുടെ സെറ്റ് പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അത് സിലിക്കോണാണ്. പക്ഷേ ആ പിടിക്കുന്ന ആ ഒരു സാധനമില്ലേ, അത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ പഴംപൊരിയിൽ എണ്ണയിൽ നിന്ന് പഴംപൊരി കോരി എടുത്തപ്പോഴത്തേനും അറ്റം ഒന്ന് പയ്യെ കരിഞ്ഞായിരുന്നു. വേഗം കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. കാപ്പിയുടെ ചൂട് പോയപ്പോൾ ഒന്നും കൂടി ചൂടാക്കി എടുത്തു. കാപ്പിക്ക് ഇച്ചിരി ചൂടും കുറച്ച് മധുരവും മുന്നിട്ട് നിന്നില്ലെങ്കിൽ ഒരു സുഖമില്ല കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന ചോറ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചേട്ടനും ഓരോ കപ്പ് കാപ്പി കൊടുത്തിട്ട് ഞാൻ ബാക്കി കോവയ്ക്ക ഉണ്ടായിരുന്നത് അങ്ങ് ഇളക്കി കൂട്ടി ഉച്ചക്കത്തേക്ക് ആക്കി. നമ്മളിന്ന് പുറത്ത് പോകുന്നത് എൽസുവിന് കാത് കുത്താനാണ്. കമ്മലൊക്കെ മേടിക്കണ്ട, ഓൾറെഡി എൻ്റെ കസിൻ ചേട്ടൻ മേടിച്ച് തന്നിരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കും താങ്ക് യു.